ഹായ് ഗൈസ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് വന്നിട്ടുള്ളത് ഞങ്ങളുടെ പഴയ വീട്ടിലേക്കാണ്. അപ്പോൾ ഞങ്ങൾ ഒത്തിരി നാളായി ഇവിടെ വന്നിട്ട്. അങ്ങനെ പേരയ്ക്ക പറിക്കാനോ അങ്ങനെയൊന്നും ഇവിടെ വരത്തില്ലായിരുന്നു. അപ്പം ഏട്ടൻ പറഞ്ഞത് പഴുത്ത പേരയ്ക്ക നിൽപ്പുണ്ടെന്നും പറഞ്ഞ് അങ്ങനെ തോട്ടി കെട്ടിയിട്ട് ഏട്ടൻ പേരയ്ക്ക പറിക്കുകയാണ്. ഒരെണ്ണമേ കിട്ടിയിട്ടുള്ളായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ കളിക്കാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടം സൈഡായതുകൊണ്ട് ഉണക്ക് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഇറങ്ങിയൊക്കെ നിൽക്കാനും എടുക്കാനും ഒക്കെ നല്ല രസമാണ്. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, കാരണം ഫുള്ള് വെള്ളമായിരിക്കും. അങ്ങനെ നല്ല സ്ഥലം, നല്ല പച്ചപ്പും നല്ല രസമാണ്. ഉണക്കായതിൻ്റെ പേര് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കിടിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഇന്ന് ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു ഇങ്ങോട്ട് വരാമെന്ന്. അങ്ങനെ ശിവാടയൊക്കെ സന്തോഷം കണ്ടില്ലേ. അങ്ങനെ പേരയ്ക്ക പറിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കിന് മൽബറി ആണെങ്കിൽ പഴുത്ത് നിൽപ്പുണ്ടായിരുന്നു. ഒരുപാട് പഴുപ്പൊന്നുമില്ല. അങ്ങനെ ഞാൻ ഒരെണ്ണം എടുത്ത് കടിച്ചു നോക്കിയപ്പോഴത്തേക്കിന് ഭയങ്കര പുളിയായിരുന്നു. നല്ല പുളിയുണ്ടായിരുന്നു, നല്ല നല്ല പച്ചയും ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ ഞാൻ കുഞ്ഞുങ്ങൾക്കും കൊടുത്തിട്ട് ഞാൻ അവിടുന്ന് പേരയ്ക്ക തിന്നാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു പേരയ്ക്ക ഞാൻ കടിച്ചു നോക്കി. നല്ല പേരയ്ക്കയാണ്, അകമൊക്കെ ചുവപ്പുള്ള നല്ല പേരയ്ക്കയാണ്. ഇത് വലുതാവുന്ന പേരയ്ക്കയാണ്. ഇപ്പോൾ എല്ലാം ചെറുതായിട്ട് പൊട്ടായിട്ട് വീഴുക താഴോട്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഞാനും ഏട്ടനും കുഞ്ഞുങ്ങളും അവിടെ എല്ലാം നടന്ന് കുറേ കാഴ്ചകളും അതും ഇതുമൊക്കെ കണ്ട് കാര്യമെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു നമ്മുടെ മാവിൻ്റെ ചൂട്ടിലും പ്ലാവിൻ്റെ ചൂട്ടിലുമൊക്കെ എന്തായെന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ മാവ് പൂത്തൊരു മാങ്ങ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണേ ഉള്ളായിരുന്നു. അത് ഞാൻ കണ്ടില്ലേ, ഒറ്റ മാങ്ങായേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്കൂടെ ശിവാനിയും കൂടെ ആണെങ്കിൽ അവിടെ ഒരു സാരി കെട്ടിയിരിക്കുന്ന ഊഞ്ഞാലിൽ കിടന്ന് ആടുകയാണ്. അവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്, കാരണം കളിക്കാനും ഒക്കെ ഇഷ്ടംപോലെ സ്ഥലവും ഊഞ്ഞാലാടാനും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് അവരവിടെ ഇരുന്ന് കളിക്കുന്ന നേരത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ പ്ലാവിൻ്റെ താഴെ കുറച്ച് ചക്ക കായ്ച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചീത്തയായി, അതിൻ്റെ അടിഭാഗം മൊത്തം കരിഞ്ഞു പോകുന്ന രീതിയിലായിട്ടുണ്ട് ഗൈസ്. കണ്ടില്ലേ, തന്നെത്താനത് അതിൽ നിന്ന് വീണ് പോയി വാടിക്കിടക്കുന്നു, അതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നുണ്ടില്ലേ. അങ്ങനെ അതെല്ലാം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എല്ലാം പന്നലായി കിടക്കുന്നു. ഞങ്ങൾക്ക് ആകെ 2 പ്ലാവാണുള്ളത്. ആ പ്ലാവിലെ ചക്കയാണിത്. ഒന്നിലും ഇതാണ്, താഴെ 2 നിൽപ്പുണ്ട്, മേളിലും 2 നിൽപ്പുണ്ട്. മൊത്തം ബാക്കിയെല്ലാം ചൂട്ടിലായിരുന്നു. ചൂട്ടിൽ കിടക്കുന്നതൊന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. അതിനുശേഷം ഞാൻ നോക്കിയപ്പോൾ ഞങ്ങൾ നട്ട വെണ്ടയൊക്കെ പൂത്തിട്ടുണ്ട്, ചെറുതായിട്ട് പൂവൊക്കെ വരുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോഴത്തേക്കും നല്ല രസമുണ്ട്. കണ്ടില്ലേ, നമ്മൾ നട്ടിട്ട് അത് പൂത്ത് നമ്മുടെ ഇത് വരുമ്പോഴത്തേക്ക് നമുക്കത് കാണാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പോഴത്തേക്ക് ഏട്ടൻ നോക്കിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ മറ്റൊരു പ്ലാവാണെങ്കിൽ ചരിഞ്ഞ് കിടക്കുമായിരുന്നു. കണ്ടില്ലേ, ഏട്ടൻ പറഞ്ഞത് പിടിച്ച് കെട്ടാവുന്നു. അതിന് ശേഷം ഞാനാണെങ്കിൽ ചെറിയിൽ നിന്ന് 2-3 ചെറിയൊക്കെ പറിച്ചു കടിച്ചു നോക്കി. എല്ലാം ഭയങ്കര പുളിപ്പായിരുന്നു, ഒന്നും പഴുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതും കടിച്ചുകൊണ്ട് ഞാനും എൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് നടന്നിങ്ങനെ വരികയായിരുന്നു ഗൈസ്. കണ്ടില്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ ഇന്നിവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ പഴയ വീടാണ്. അപ്പം ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ, സീ യു.